ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കഥകളിക്ക് അതിനു പുറത്ത് ഇന്ന് വലിയ പ്രചാരമുണ്ട്. സാമൂഹ്യവും രാഷ്ട്രീയവുമായ രംഗങ്ങളിലുണ്ടായ ഉണർവ് കഥകളി രംഗത്തും പ്രകടമായി വന്നു. പ്രധാനമായും ഇതൊരു കേരളീയ ദൃശ്യകലയാണ്. ലോകപ്രശസ്തി ആർജിച്ച കേരളീയ ദൃശ്യകലയാണ് കഥകളി. സാഹിത്യം, സംഗീതം, നൃത്തം, നാട്യം എന്നിവയുടെ സമഞ്ജസ സമ്മേളനമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവെന്ന് കരുതപ്പെടുന്നു. ഉണ്ണായി വാര്യർ കഥകളിയെ നാടകത്തിന്റെ ആകാശത്തിലേക്ക് ഉയർത്തുവാനാണ് ശ്രമിച്ചത്. സ്വാതി തിരുനാളിന്റെ കാവ്യസദസ്സിലെ പ്രധാനിയായിരുന്ന ഇരയിമൻ തമ്പിയുടെ കാലം കഥകളിയുടെ ചരിത്രത്തിലെ സുവർണകാലമാണ്. മൂകാഭിനയ രൂപത്തിലുള്ള കലയാണ് കഥകളി. അതിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പൗരാണിക കഥാപ്രപഞ്ചം പ്രേക്ഷകന് ഭാവനയിലൂടെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കഥകളി ആസ്വദിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സ്വാതന്ത്ര്യത്തിനു ശേഷം സാമൂഹ്യവും രാഷ്ട്രീയവുമായ രംഗങ്ങളിൽ അനുഭവപ്പെട്ട ഉണർവ് കഥകളി രംഗത്തുമുണ്ടായി. പുരാണ ബാഹ്യങ്ങളായ പല കഥകളും കഥകളിക്ക് ആധാരമായി വർത്തിച്ചു. ദാവീദ് വിജയം, എബ്രഹാമിന്റെ ബലി തുടങ്ങിയ ആട്ടക്കഥകൾ ഇതിന് ഉദാഹരണമാണ്. വിദേശ പര്യടന പരിപാടികളിലൂടെ കഥകളിയെ ലോകത്തെമ്പാടും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.